ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ കൂട്ടുകാരെ. വീണ്ടും മാവ് പൊന്തി പോയിട്ട കൂട്ടുകാരെ. കുറച്ച് വലിയ ചെമ്പിൽ തന്നെ ഞാൻ വെള്ളപ്പത്തിന് അരച്ച് വെച്ചതാണ്. അത് രാത്രി കെടുക്കാൻ നേരത്തെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും അരച്ച് വയ്ക്കുമ്പോട്ടാ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 2.5 ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിലുള്ള പൊടിയായിട്ടാണ് കേട്ടോ. അരിപ്പൊടിയും നാളികേരം ചോറും ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയും പൊന്തി പോകില്ല എന്ന് വിചാരിച്ചിട്ടാ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഞാൻ എടുത്തിട്ട് അവിടെ നിന്നൊക്കെ വൃത്തിയാക്കിയിട്ടാ. അതിൻ്റെ നല്ല സംഭവങ്ങളൊക്കെ പോയി. അപ്പം നമ്മൾ ഈ ആൾക്ക് കണക്കാക്കിയിട്ട് തന്നെ ഇട്ട് കിട്ടാ. പിന്നെ ഇപ്പം അത് അധികം ഒന്നും വെക്കാനും പറ്റില്ല. അപ്പോൾ വേഗം അത് ഉണ്ടാക്കി വയ്ക്കണം. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് അങ്ങനത്തെ ഒരു അബദ്ധം. ഇനിയൊക്കെ വലിയ വലിയ പാത്രം നോക്കേണ്ടി വരും ആട്ടി വയ്ക്കാനൊക്കെ. അങ്ങനെ ഇന്ന് പയറാട്ടാ. അപ്പം ഇന്നലെ ഞാൻ പയർ കറി വെച്ചതിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ കിടന്നിട്ടൊന്ന് വിസിലടിക്കട്ടെ. അപ്പോഴേക്കിന് മുറ്റമൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ കല്യാണമായിട്ടൊക്കെ പയറും സാധനങ്ങളൊക്കെ മേടിച്ച് കുറേയൊക്കെ വടക്കായിട്ടാണ്. അപ്പോൾ ഞാനൊക്കെ പുറത്ത് ഷോക്കേസിൽ ഇങ്ങനെ നല്ല നല്ല പാത്രമൊക്കെ കിട്ടിയപ്പോൾ അതിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പുറത്തായ കാരണം വോയിസ് കൊടുക്കുമ്പോൾ മൈനകളും കാക്കകളും എല്ലാ പക്ഷികളും ഉണ്ട് കേട്ടോ നമ്മുടെ സെൽമയുടെ തൊടിയിൽ. അങ്ങനെ മുറ്റടിയൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നപ്പോൾ ഇനിയിപ്പോൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല, ഒക്കെ പൊന്തി പോയി. ഇനിയിപ്പോൾ പൊന്താനൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ അതാണ്ട് ഉണ്ടാക്കി വയ്ക്കാട്ടാ. അപ്പോൾ ആൾക്ക് നല്ല കുറേശ്ശെ മാവ് വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ടില്ല 3 ആൾക്കും കൂടിയിട്ടുള്ളതാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാ. പിന്നെ ഇപ്പം ഇനിയിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല. പിന്നെ ഈ ചെമ്പ് വെച്ചോടത്തും പിന്നെ നീക്കിയോടത്തും മേലും ഒക്കെ ഈ മാവ് ഒലിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ്ട് സിങ്കിലേക്ക് വെക്കുകയും ചെയ്യാമല്ലോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പോയാലും നല്ല സൂപ്പറായിട്ടുള്ള അപ്പം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോഴേ ഞാൻ വരുന്നത് പൊന്നു കണ്ടിട്ടാ. അപ്പോൾ പൊന്നിൻ്റെ പിന്നാലെ വന്നിരിക്കുക. എന്നിട്ട് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നിടത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഓൾക്കിപ്പോൾ ഈ പ്രസവത്തിൽ കുറച്ച് ഉത്തരവാദിത്ത ബോധമൊക്കെ വന്നിരിക്കണം കേട്ടോ ഓൾക്ക്. നമ്മളെല്ലാവരും ഓളങ്ങനെ കുറ്റം പറഞ്ഞിരുന്നു. ഇപ്പം എന്തായാലും ഓൾ നല്ല കുട്ടിയായിട്ടുണ്ട്. പക്ഷേ ഇപ്പം പൊന്നുവിൻ്റെ കുട്ടികൾ ഒക്കെ ഓടിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ പേടിയാവുകയാണ്. മൂച്ച കുട്ടികളൊക്കെ പിടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ എനിക്ക്. എന്നാലും വരും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ കിട്ടും വെച്ചിട്ടാവും. വന്നാലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറേശ്ശൊക്കെ ആയിട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മളെ ചെറുപയർ കറി ഒന്ന് വറവിട്ടെടുത്തു കേട്ടോ. കറിവേപ്പിലയും കടുകൊക്കെ പൊട്ടിച്ചിട്ട്. പിന്നെ അതേ കുക്കർ തന്നെ ഞാൻ കഴുകിയിട്ട് കൂത്ത കൂടുന്നുണ്ടായിരുന്നു ഏട്ടൻ. ഇന്നലെ ഇരുന്ന് നന്നാക്കിയിട്ടാ. അല്ലാതെ ഇപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ നന്നാക്കാതിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെ ഒരു ഫിസിൽ ഒരൊറ്റ ഫിസിൽ ഇട്ടാ. എന്നിട്ട് പിന്നെ വെന്തപ്പോൾ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി ഇല്ല കേട്ടോ. അപ്പം ഉള്ളി പൊളിക്കണം, ചെറിയതൊക്കെയാണ്. അതൊന്നും ഞാൻ എടുത്തില്ല. കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് പിരിമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് അത്ര ഫ്രഷ് സാധനമല്ല കേട്ടോ. കുറച്ചധികം തന്നെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് കുറച്ചായാലൊക്കെ തോല് കളഞ്ഞിട്ടൊക്കെ റെഡിയാക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കട്ടാ. അപ്പോൾ പൊന്നു വന്ന് നോക്കിയിട്ട് ഓൾ പോവുകയാണ് കേട്ടാ. എനിക്കെന്താ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പിന്നാലെ വന്നതാണ് കേട്ടാ. അപ്പോൾ ഏട്ടൻ മത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു മീനൊന്നും ഇപ്പോൾ ചൊവ്വില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാതെ. പിന്നെ ചെമ്മീനൊക്കെ അല്ലായിരുന്നു വിഷുവായിട്ടൊക്കെ വാങ്ങിയത്. അപ്പോൾ എനിക്ക് മത്തി കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊള്ളില്ല എന്ന് തോന്നിയിട്ടാ. അപ്പോൾ എന്തായാലും വെള്ളം വെച്ചിട്ട് ഞാൻ അടുപ്പത്ത് തന്നെ ചോറ് വെന്തപ്പോൾ സാധാരണ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കലക്കി വെക്കലാണ്. അപ്പോൾ കുറച്ച് ഒന്ന് ടേസ്റ്റ് ആക്കിയിട്ടൊന്ന് വെച്ച് നോക്കാമല്ലോ. മാങ്ങയുണ്ട്. അപ്പോൾ ഒരു ചെറിയ സവാളയും പച്ചമുളകും ഇഞ്ചിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിൻ്റെ ശേഷം മീനും മാങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉലുവാപ്പൊടിയൊക്കെ ഇട്ടിട്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. അയ്യോ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടാ. മീൻ ഇങ്ങനെ നമ്മൾ പൊളിച്ചിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ എവിടുത്തെ മത്തിയാണാവും പൊന്നെ, കടലിൽ ഉണ്ടായ തന്നെയാണാവും. അയ്യോ അയ്യോ ഒരു ടേസ്റ്റും ഇല്ല കേട്ടാ. ഞാൻ ഒരു മാതിരിയൊക്കെ കുഴപ്പമില്ലാത്തൊക്കെ ഞാൻ കഴിക്കും. ഒന്ന് നുള്ളി പൊളിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ച്. അപ്പോൾ ഏട്ടനും പറഞ്ഞു ഇതാണ് നല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മീൻ നോക്കി മേടിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നിയത് വലിയ നന്നാവില്ല എന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞു. അതിലിടയ്ക്ക് നമ്മളെ ദേവകി ചേച്ചിയോടെ പോയപ്പോൾ അവിടെ ചേച്ചി മത്തി മുളക് ഇട്ടുണ്ടായിരുന്നു. ഞാൻ കാട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കൂട്ടുകാർക്ക്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മത്തിയായിരുന്നു കേട്ടോ. നല്ല വലിയ മത്തി.
അതിങ്ങനെ ചേച്ചി നടുമുറിക്കാതെ തന്നെ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പൊന്നു വെണ്ണീറും ചാക്കും ഇരുന്നിട്ട് കുട്ടികൾക്കപ്പോൾ ഞാൻ മീനൊക്കെ ആയപ്പോൾ ചോറൊക്കെ കറിയൊക്കെ ആയപ്പോൾ ചോറൊക്കെ കൊടുത്ത് പള്ളയൊക്കെ വീർത്തിട്ട് പിന്നെ ഒരു കളിയാട്ടവർക്ക്. അപ്പോൾ ആ കുട്ടികൾ കളിക്കണം ഇങ്ങനെ നോക്കിയിട്ട് വെണ്ണീറും ചാക്കുമ്പോൾ പൊന്നിരിക്കുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞവൾക്കിപ്പോൾ കുറച്ച് ഉത്തരവാദിത്ത ബോധങ്ങളൊക്കെ ആയിരിക്കണം. അതിലിടയ്ക്ക് ഒരെണ്ണം ഓടിയാണ്ട് പോകൂട്ടാ ഇവിടുന്ന്. അപ്പോൾ ഓള് ഈ വെളിച്ചപ്പാടിൻ്റെ പിന്നാലെ അരിയേറ്റ് പോകണ പോലെ അതിൻ്റെ പിന്നാലെ ഓടും. എവിടേക്കാണോ വെച്ചിട്ടേ ഭയങ്കര ഒരു കാര്യബോധമൊക്കെയാണ് ഇട്ടപ്പോൾ ആൾക്ക്. അങ്ങനെ കറിയൊക്കെ ആയപ്പോൾ ഞാൻ ചിക്കൻ അന്ന് 2-3 ബോക്സിലാക്കി വെച്ചാണല്ലോ. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മോന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ കൂർക്കപ്പേരിയും മത്തിയും മുളകിട്ടതും തൈരൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ മീനൊന്നും കൂട്ടിയില്ലെങ്കിലും വെച്ചന്ന് അതിൻ്റെ കറിയൊക്കെ കൂട്ടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചോറ് കഴിക്കണ്ടേ. പിന്നെ ഇപ്പം ഇന്ന് ബാക്കിയുള്ള കറി മീനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൂന് രാവിലെ ചോറ് കൊടുത്ത് ഒരു മീൻ എടുത്തിട്ട് ചോറൊക്കെ ആയപ്പോൾ പൂച്ചക്കുട്ടികൾക്കും പൊന്നൂനും എല്ലാവർക്കും കൊടുത്ത്. പെറ്റ പെണ്ണുങ്ങളല്ലേ, അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ജോലിക്കൊക്കെ ആയിട്ട് അത് എടുക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ ഇനിയിപ്പോൾ അത് എടുക്കുകയൊന്നുമില്ല. അപ്പോൾ ഇന്നലെ നെസ്റ്റോലൊക്കെ ഒന്ന് പോയിരുന്നു കേട്ടോ. എടപ്പാളൊക്കെ ഒന്ന് പോയി. എടപ്പാൾ സഫാരി മൈതാനിയിൽ നമ്മളെ മറൈൻ മിറാക്കിൾ എക്സിബിഷൻ പോലെ ഉണ്ട് കേട്ടോ, നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മോൻ കുറേ ദിവസം ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ മോൻ്റെ കൂടെ പോയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കട്ടാ, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോല് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ നെസ്റ്റോലൊക്കെ ഒന്ന് കയറി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുട്ടുപൊടിയൊക്കെ കഴിഞ്ഞ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു 5 കിലോൻ്റെ അജ്മിയുടെ പുട്ടുപൊടി മേടിച്ച്. അപ്പോൾ മോളുടെ കല്യാണമായിട്ട് 5 കിലോ അജ്മിയും 5 കിലോ ഉണക്കി പൊടിച്ച അരിപ്പൊടിയും കൂടി മിക്സാക്കിയിട്ട് ഇപ്പോൾ ഇതുവരെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസമൊക്കെ ആയില്ലേ. അപ്പോൾ ഇപ്പോഴാണ് കഴിഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് മാത്രമാകുമ്പോൾ വേഗം കഴിയില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുമാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അപ്പോൾ ഞാൻ ഈ 5 കിലോയിൽ കൂടെ ഒരു 4 കിലോ പച്ചരി കഴുകിയിട്ട് ഞാൻ ഞങ്ങളെ അപ്പുറത്തെ റേഷൻ കടയുടെ ബിൽഡിംഗ് ഉണ്ടല്ലോ അതിൻ്റെ മേലെ, അതാകുമ്പോൾ നമ്മൾക്ക് കയറി പോവും, ചിക്കൊന്നും വേണ്ട. ഇവിടെ മേലേക്കൊക്കെ അതുക്കും മേലെയൊക്കെ കയറിയിട്ട് ഒരു ഭാഗത്ത് വെയിലുണ്ടാവും, പിന്നെ ആ ഭാഗത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവും. അങ്ങനെ നീക്കി കൊണ്ടുകൊണ്ട് വരും. ഇവിടെ ആകുമ്പോൾ രാവിലെ ഉദിച്ചാൽ 5-5:30 മണി വരെ വെയിലാവും. അപ്പം ഞാനത് കഴുകിയിട്ട് അങ്ങനെ റേഷൻ കടയുടെ മേലെ ഒരു ഷീറ്റും ഇതൊക്കെ ആയിട്ട് പോയിട്ട് ഒക്കെ ഒന്ന് പരത്തിയിടുക കേട്ടോ. ഇനിയിപ്പോൾ ചിക്കാൻ പോകണമെന്നൊന്നുമില്ല കേട്ടോ. അത്രയും നൈസായിട്ട് ഞാൻ വലിയ ഷീറ്റിൽ തന്നെ ഞാൻ പരത്തിയിട്ട്. അപ്പോൾ അതാണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അജ്മിയുടെ ആയിക്കൂടെ ഒരു ചെമ്പിൽ നമുക്കണ്ട് മിക്സാക്കിയിട്ട് എടുത്ത് വെച്ചാൽ, പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പുട്ട് ദേശീയ പലഹാരം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പപ്പടമൊക്കെ കേട്ടോ. പിന്നെ എളുപ്പത്തിന് പുട്ട് തന്നെ. മോന് ഏറ്റവും ഇഷ്ടം പുട്ട്, പപ്പടം, പുട്ട്, കടലക്കറി അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ മിക്ക ആളുകൾക്കും പുട്ട് ഒന്ന് പിന്നാക്കം നിൽക്കുക. പക്ഷേ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തന്നെ പുട്ടുപൊടി തീർന്നാൽ എനിക്കൊരു ബേജാറാണ് കേട്ടോ. പിന്നെ പറഞ്ഞിങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. നിങ്ങളെയൊക്കെ ഒന്ന് സപ്പോർട്ട് വേണം കേട്ടോ. നമ്മളൊന്ന് കൈ പിടിച്ച് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് കാണുക. അപ്പം നമ്മളെ ചക്കയൊക്കെ കേടുന്നൊക്കെ വായൻ്റെ കടയ്ക്ക് കൊടുത്ത് മൂടിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കോഴിയാൾ രാവിലെ തുടങ്ങിയതാട്ടാ ബിരിയാണി തിന്നൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. ഓക്കെ, ബായ്.